ഹലോ എവരിവൺ വെൽക്കം ബാക്ക്. അപ്പോൾ കുറച്ചധികം ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിരുന്ന് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. അപ്പോൾ അടുത്ത് എന്ത് വീഡിയോ ഇടുന്ന പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ദിവസം സംഭവം സംഭവിച്ചത്. എന്നാൽ പിന്നെ അതിനെപ്പറ്റി തന്നെ ആയിക്കോട്ടെ വീഡിയോ എന്ന് ചോദിച്ചു. നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആയിരിക്കുന്നത് നമുക്ക് ലോസ് വരുന്നതൊന്നുമല്ല. അത് നമ്മൾ ഒരു ടാർഗറ്റ് നമ്മുടെ മനസ്സിൽ കാണും, ആ ടാർഗറ്റ് വരെ മാർക്കറ്റ് പോകും. പക്ഷേ നമ്മൾ വിചാരിക്കും കുറച്ചുകൂടെ കയറ്റി വെക്കാമെന്ന്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കയറ്റി വെക്കും. പക്ഷേ നമ്മൾ ആദ്യമേ വിചാരിച്ച ടാർഗറ്റ് വരെ മാർക്കറ്റ് പോയിട്ട് തിരിച്ച് മാർക്കറ്റ് ലോസിലോട്ട് പോകും. ആ സമയത്ത് നമ്മൾ ലോസിൽ പോയതിനു ശേഷം തിരിച്ച് വന്നിട്ട് ഇപ്പോൾ നമുക്ക് പല തോട്ടുകൾ നമ്മുടെ മനസ്സിലോട്ട് വരും. ഞാൻ എൻ്റെ ടാർഗറ്റ് ആദ്യം വെച്ച ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എക്സിറ്റ് ചെയ്താൽ മതിയായിരുന്നൊക്കെ തോന്നും. പക്ഷേ അതിന് ശേഷം നമ്മൾ ലോസിലോട്ട് പോകുമല്ലോ. ലോസിലോട്ട് പോയിട്ട് വീണ്ടും നമ്മൾ ബ്രേക്കിന് എത്തുമ്പോൾ നമ്മൾ ഓർത്ത് ഓക്കെ ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് ഏതായാലും കുളമായി, അതുകൊണ്ട് എക്സിറ്റ് ചെയ്യാൻ ചെയ്യും. നമ്മളത് എക്സിറ്റ് ചെയ്ത ആ ഒരു മൊമെൻറ്റിൽ തന്നെ മാർക്കറ്റ് വീണ്ടും തിരിച്ചു പോയിട്ട് നമ്മൾ രണ്ടാമത് പ്ലാൻ ചെയ്ത ടാർഗറ്റും കവർ ചെയ്ത് മാർക്കറ്റ് പോകും. അത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസാണ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ. നമുക്ക് മാർക്കറ്റിൽ ലോസ് വന്ന സ്വാഭാവികമായിട്ട് നമുക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മുടെ ടാർഗറ്റ് നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ടാർഗറ്റിൽ ബുക്ക് ചെയ്യാതെ വീണ്ടും നമ്മൾ ലോസ് വന്നിട്ട് ആ ലോസ് നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഇറങ്ങിയതിന് ശേഷം വീണ്ടും ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ അനാലിസിസ് എല്ലാം പക്കയാണ്. എല്ലാ രീതിയിലും നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷേ രണ്ട് തീരുമാനം നമ്മുടെ തെറ്റിപ്പോയി. ആദ്യം നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ ബുക്ക് ചെയ്തുമില്ല, മാത്രമല്ല നമ്മൾ ലോസിൽ ബുക്ക് ചെയ്ത് ഇറങ്ങുകയും ചെയ്ത് നമ്മൾ രണ്ടാമത് പ്ലാൻ ചെയ്ത ടാർഗറ്റ് മാർക്കറ്റ് കവർ ചെയ്ത് പോവുകയും ചെയ്തു. ഇതിനകത്ത് രണ്ട് മിസ്റ്റേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ ബുക്ക് ചെയ്യണമായിരുന്നു. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ആ ടാർഗറ്റ് നമ്മൾ ഹിറ്റ് ചെയ്യില്ലെന്നെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വരെ വെയിറ്റ് ചെയ്യണമായിരുന്നു. ഇടയ്ക്ക് നമ്മൾ ഒരിക്കലും ഇറങ്ങാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് രണ്ട് കാര്യങ്ങളാണ്. അതായത് നമ്മളൊരു ടാർഗറ്റോ സ്റ്റോപ്പ് ലോസോ നമ്മുടെ മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ട്രേഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യണം. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തോട്ടെ ഒരു കുഴപ്പമില്ല. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മനോവേദനയായിരിക്കും നമ്മൾ ഇടയ്ക്കുന്ന് ട്രേഡ് എക്സിറ്റ് ചെയ്ത് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അത് നമ്മളെ ഭയങ്കരമായിട്ട് ഡ്രൈവ് ചെയ്യും. മാത്രമല്ല നമ്മളെ ഓവർട്രേഡൊക്കെ ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ട് നമ്മൾ ടെൻഡൻസി കൂടുന്നൊരു സംഭവമാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ആ ഒരു സംഭവം ചെയ്യാതിരിക്കുക. ഒന്നുകിൽ നിങ്ങൾ ടാർഗറ്റ് അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നതിന് വെയിറ്റ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ ഒരു കുഴപ്പമില്ല, നമ്മുടെ മനസ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്നുള്ള സമാധാനത്തിൽ കിടന്ന് ഉറങ്ങാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ ഒരു സിനാരിയോയിലാണ് നമ്മൾ മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മളത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും അന്നത്തെ ദിവസം ഫുള്ള്. ചിലപ്പോൾ പിറ്റേ ദിവസം നമ്മളത് ഹോൾഡ് ചെയ്യും. മാത്രമല്ല പിറ്റേ ദിവസത്തെ ട്രേഡിൽ നമ്മൾ ചിലപ്പം അതിനെ ബേസ് ചെയ്ത് നമ്മൾ തീരുമാനം എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ സാഹചര്യങ്ങളാണ് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് തകർക്കുന്നത്. ഇപ്പം നമ്മൾ കൃത്യമായിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് പല ട്രേഡുകളും ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഇതുപോലത്തെ ഒന്ന് രണ്ട് സാഹചര്യം വരുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിനെ വേറെ ലെവലോട്ട് അത് കൊണ്ടുപോകും. ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസിൻ്റെ ഉറപ്പാണ് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതൊരു ഭയങ്കര ക്രൂഷ്യലായിട്ടൊരു സംഭവമാണ്. നമ്മുടെ മൈൻഡ് സെറ്റിനെ ശരിക്കും ഡിസ്റ്റർബ് ചെയ്യുന്നൊരു സിനാരിയാണിത്. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് സൈക്കോളജി എന്നുള്ള സംഭവം നമ്മൾ ആക്ടിവേറ്റ് ചെയ്യേണ്ട ഈ ഒരു മോഡിലേക്കാണ്. അതായത് ഇങ്ങനൊരു സാഹചര്യം നമുക്കുണ്ടായി. ഇപ്പം നമ്മൾ മനുഷ്യനാണല്ലോ, സ്വാഭാവികമായിട്ടും നമുക്ക് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ സാഹചര്യം ഉണ്ടായി എന്ന് വിചാരിക്കുക, അപ്പോൾ തന്നെ ലാപ്ടോപ്പ് മടക്കി വെച്ചേക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് എത്രയും പെട്ടെന്ന് അടുത്ത ട്രേഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളൊരു ഓട്ടത്തിലായിരിക്കും. സ്വാഭാവികമായിട്ടും നമുക്ക് ലോസ് വരികയും ചെയ്യും. ആദ്യത്തെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലത്തെ സംഭവം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ല, നമ്മുടെ മൈൻഡ് സെറ്റിന് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ സപ്പോസ് ഇങ്ങനെ സംഭവം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ലാപ്ടോപ്പ് അടച്ചു വെച്ചിട്ട് പോവുക. കാരണം പിന്നീട് അങ്ങോട്ട് കാണുന്ന ഓരോ കാഴ്ചയും നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന സംഭവമായിരിക്കും. അതായത് നമുക്ക് ആ റിഗ്രറ്റ്, നമ്മളെ ചെയ്ത പ്രവൃത്തിയുടെ റിഗ്രറ്റ് നമുക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നൊരു നിമിഷമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ട്രേഡിലോട്ട് കയറി കഴിഞ്ഞാൽ ഒന്നുകിൽ ടാർഗറ്റിൽ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസിൽ മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ കാര്യം. കാരണം ഈ റിഗ്രറ്റാണ് നമ്മളെ പിന്നീട് ഈ റോങ് ആയിട്ടുള്ള ട്രേഡിലോട്ട് മൊത്തം നയിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല, ഓക്കെ സ്റ്റോപ്പ് ലോസ് ആയി, നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും വരത്തില്ല, കുറച്ച് വിഷമം ഉണ്ടാകും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് മൊത്തം തകർക്കുന്നൊരു സംഭവമാണ്. അത്രയും നാൾ നമ്മൾ മൈൻഡിനെയൊക്കെ കാമാക്കി സെറ്റാക്കി വെച്ചിട്ട് കൊണ്ടുവന്നൊരു നമ്മൾക്കൊരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ, ആ ഡിസിപ്ലിൻ ഒറ്റ മൊമെൻറ്റ് നമ്മളെ ഇല്ലാതാക്കി കളയുന്നൊരു സംഭവമാണ് ഈ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞത്. അപ്പം ഇത് ഞാൻ കുറേ നാളിന് ശേഷമാണ് എക്സ്പീരിയൻസ് ചെയ്തത്. കുറേ നാൾ ഇങ്ങനെ സംഭവം ചെയ്തിട്ട് ഞാൻ ഡാറ്റാ ഷീറ്റ് ട്രേഡ് എടുത്തായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഫസ്റ്റ് അല്ല രണ്ടാമത്തെ ക്യാൻഡിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു എൻട്രി എടുത്തതിന് ശേഷം ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ റിജക്ഷൻ സംഭവിച്ച് നല്ല റെസിസ്റ്റൻസ് ആയിരുന്നു, അതുകൊണ്ട് നല്ല റിജക്ഷൻ സംഭവിച്ച് താഴ്ത്തു വന്നു. അപ്പോൾ നിഫ്റ്റിയും വലിയ പെർഫോമൻസ് ഒന്നും ഇല്ലായിരിക്കുമായിരുന്നു, അത്യാവശ്യം ഡൗൺ ആയിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ കയറാനൊന്നും പോകുന്നില്ല, എന്നാൽ പിന്നെ എക്സിറ്റ് ചെയ്തേക്കാം, എൻ്റെ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ആയതാണല്ലോ, ഞാനത് ബുക്ക് ചെയ്യാത്തതുകൊണ്ടല്ലേ, അതുകൊണ്ട് ഞാനത് എക്സിറ്റ് ചെയ്ത് ഇറങ്ങി. പക്ഷേ അതിനുശേഷം അടുത്ത രണ്ട് ക്യാൻഡിൽ എൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് ഞാൻ രണ്ടാമത് ഉദ്ദേശിച്ച ടാർഗറ്റും ഹിറ്റ് ചെയ്തത് മാർക്കറ്റ് മേലോട്ട് പോയി. നമ്മൾ വിചാരിച്ച ഫസ്റ്റ് ടാർഗറ്റും രണ്ടാമത്തെ ടാർഗറ്റും ഹിറ്റായി, എന്നിട്ടും നമ്മൾ സ്റ്റിൽ ലോസിലാണ് നമ്മൾ ഇറങ്ങിയത്. ഈ ഒരു മാനസികാവസ്ഥ നമ്മളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു ചൂട് നഷ്ടപ്പെടുന്നതിന് മുന്നേ ഞാൻ അത് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. കാരണം ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ ശരിക്കും ഒരു മനോവേദന ഉണ്ടാകുന്നത്. പല ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ചെയ്തൊരു സംഭവമായിരിക്കും. പക്ഷേ ഈ ഒരു സംഭവം വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഞാൻ അപ്പം തന്നെ ലാപ്ടോപ്പ് മാറ്റി വെച്ചു. ഇനി നോക്കിക്കൊണ്ടിരുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും, മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യണമെന്നുള്ളതിനെ പറ്റി എനിക്കൊരു ഐഡിയ ഉണ്ട്. അതാണ് നമ്മുടെ ട്രേഡിംഗ് സൈക്കോളജി. അപ്പം ട്രേഡിംഗ് സൈക്കോളജി ഒന്നുകിൽ നമ്മൾ സാഹചര്യം ഉണ്ടാകാതെ
ഇരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അത് പെട്ടെന്ന് നമ്മൾ ചെയ്യുക. അതാണ് ട്രേഡിംഗ് സൈക്കോളജി. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് കേസിൻ്റെ ട്രേഡിംഗ് സൈക്കോളജി തെറ്റിയായിരുന്നു. അതായത് അവിടെ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ നമുക്ക് ചില സമയത്ത് മാർക്കറ്റിൽ നമുക്ക് ഇൻറ്റ്യൂഷൻ വരുമല്ലോ. ഇത്രയും റേഞ്ച് വരെ മാർക്കറ്റ് പോകും. നമ്മൾ സ്ഥിരമായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻറ്റ്യൂഷൻ വരും. അപ്പോൾ എനിക്കിന്ന് ഉറപ്പായിരുന്നു ടാറ്റാ സ്റ്റീൽ ഞാൻ വെച്ച ടാർഗറ്റിനേക്കാൾ കൂടുതൽ പോകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബുക്ക് ചെയ്യാതെ ഒന്ന് വെയിറ്റ് ചെയ്ത്. പക്ഷേ അത് ഇങ്ങനൊരു സംഭവത്തോട്ട് കലാശിച്ചു. അതുകൊണ്ട് എനിക്ക് മാനസികമായിട്ട് ദുഃഖമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇത് പറയുക. ഈ ഒരു സംഭവം നടക്കുമ്പോൾ നമ്മുടെ ഒരു ഇമോഷണൽ ഒരു ഡ്രെയിനിങ് എന്ന് പറഞ്ഞാൽ അത് വളരെ കൂടുതലാണ്. പിന്നെ ഞാനത് ഓപ്ഷനല്ല ടാറ്റാ സ്റ്റീലാണ് ചെയ്തത്. അത് സ്റ്റോക്ക് ആണല്ലോ. സ്റ്റോക്സിനകത്ത് നമുക്കിപ്പോൾ ബ്രാക്കറ്റ് ഓർഡർ ഇടാൻ പറ്റും. അതായത് നമുക്ക് ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് പ്രിസൈസ് ആയിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് തന്നെ, അതായത് ടാർഗറ്റ് വെക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് എക്സിറ്റ് കിട്ടും. ഇപ്പോൾ ഓപ്ഷൻസിലായിട്ട് നമ്മൾ കൃത്യം ഒരു സ്ഥലത്ത് പ്ലാൻ ചെയ്താൽ എക്സാക്റ്റ് ആ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ സ്റ്റോക്സിനകത്താണെങ്കിൽ നമുക്ക് ടാർഗറ്റ് ഓർഡർ ഇട്ട് വെക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് കറക്റ്റ് പോയിന്റ് തന്നെ എക്സിറ്റ് കിട്ടും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മനസ്സുകൊണ്ട് പ്ലാൻ ചെയ്യില്ല. ഞാനൊരു സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോപ്പ് ലോസ് ഓർഡർ നേരെ ഡ്രാഗ് ചെയ്ത് കുറച്ച് മേലോട്ട് മാറ്റി വെച്ചു. അതായത് ഒരു 0.5 കൂടെ കൂട്ടി വെച്ചു. സ്വാഭാവികമായിട്ടും ലോസ് വന്നു. കുറച്ച് നേരം ഞാൻ നോക്കിയിരുന്നു. അപ്പം തന്നെ ലാപ്ടോപ്പ് ഞാൻ മടക്കി വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. കാരണം ഇതൊരു ചൂടോടെ ഒരു സബ്ജക്റ്റ് അല്ലേ. അപ്പോൾ ഈ ഫ്രസ്ട്രേഷൻ എങ്ങനെയും തീർക്കണമല്ലോ. അതാണ് പറഞ്ഞത്. ഞാൻ വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ ഫ്രസ്ട്രേഷൻ കുറച്ച് കുറഞ്ഞു. ഇപ്പം ഞാൻ ഇപ്പം ഒന്ന് റീതിങ്ക് ചെയ്യുമ്പോഴത്തേക്കും മനസ്സിലാകും എനിക്കിത് ചെറിയ കോമഡി ആയിട്ട് തോന്നുന്നത്. അതായത് ഞാനിങ്ങനെ മണ്ടത്തരം കാണിച്ചല്ലോ. പക്ഷേ നമ്മൾ ഈ ഒരു ഫ്രസ്ട്രേഷൻ നമ്മൾ വെച്ചുകൊണ്ടിരിക്കും, മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ദിവസം മൊത്തം നമ്മളത് ഹോണ്ട് ചെയ്യും. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുവാണെങ്കിൽ ആദ്യമേ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ലാപ്ടോപ്പ് മടക്കി വെക്കുക. എന്നിട്ട് ട്രേഡിംഗ് ടെർമിനൽ നിന്ന് മാറുക. പിന്നെ ഇത് ചിന്തിക്കാനേ പാടില്ല. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോവുക. എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ് ചെയ്യുക. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ആ പ്രശ്നം ഉണ്ടാകത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഈ ഒരു മൈൻഡോട് കൂടി ആയിരിക്കും വരുന്നത്. കാരണം ഇന്നത്തെ ദിവസം മൊത്തം നമ്മൾ ആലോചിച്ചിരിക്കും. പിറ്റേ ദിവസം രാവിലെ ആ മൈൻഡോട് വരും. അപ്പോൾ അത് വെച്ച് നമ്മൾ തീരുമാനം എടുക്കും. സ്വാഭാവികമായിട്ടും അന്നത്തെ ദിവസം കുളമാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ സാഹചര്യങ്ങൾ വന്നു പോയാൽ നമ്മൾ ഉറപ്പായിട്ടും ട്രേഡിംഗ് സൈക്കോളജി എന്നുള്ള സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതെനിക്ക് സംഭവിച്ചു പോയി, ഇനി ഞാനിത് ചെയ്യത്തില്ല എന്നുള്ള മൈൻഡിലോട്ട് വരിക. സംഭവിക്കാനുള്ള സംഭവിച്ചു, ഇനിയൊന്നും ചെയ്യാനില്ല, ഇനി നാളത്തെ കാര്യം നാളെ, ആ ഒരു മൈൻഡിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത് എനിക്ക് വന്ന എക്സ്പീരിയൻസ് ആണ്. ഇതുപോലെ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് ഓരോ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഫ്രസ്ട്രേറ്റഡ് ആക്കിയിട്ടുള്ള ഒരു അബദ്ധം അത് കമൻറ്റ് ചെയ്യുക. എന്നാലേ ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നത്. എല്ലാ ആൾക്കാരും നമ്മൾ ചെയ്യുന്ന മണ്ടത്തരം ചെയ്തിട്ടുണ്ടെന്ന് കാണുമ്പോഴത്തേക്കും നമ്മൾ മാത്രമല്ല ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് സ്വാതന്ത്ര്യം തോന്നുമ്പോഴത്തേക്കും നമുക്കൊരു ആശ്വാസം കിട്ടുമല്ലോ. അതൊക്കെയാണ് ഇതിനകത്ത് ഒരു പോംവഴി. നമ്മൾ സൈക്കോളജി കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുക അതെല്ലാം ചെയ്യണം. നമ്മളൊരു മണ്ടത്തരം കാണിച്ചു, മറ്റൊരാൾ ഇതേ സെയിം മണ്ടത്തരം കാണിക്കുന്ന പറഞ്ഞാൽ നമുക്കൊരു ആശ്വാസം കിട്ടില്ല. അപ്പം എനിക്ക് ലോസ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. എൻ്റെ കൂട്ടുകാരനോട് ലോസ് ആണെന്നുണ്ടെങ്കിൽ ആഹാ അവന് ലോസാണ്. അപ്പോൾ നമുക്കൊരു മെൻ്റൽ സ്റ്റെബിലിറ്റി കിട്ടത്തില്ലേ. അതൊരു സൈക്കോളജിയാണ്. അങ്ങനെയാണ് സൈക്കോളജി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സൈക്കോളജി എന്ന് സിമ്പിളാണ്. നമുക്ക് ആ ഒരു നഷ്ടം അല്ലെങ്കിൽ ലോസ് ഉണ്ടായി, അത് നമ്മളെ നമ്മളത് പിടിച്ച് തൂങ്ങാൻ പാടില്ല. എന്തെങ്കിലും കാരണത്താൽ നമ്മളത് എലിമിനേറ്റ് കളയാം മൈൻഡിൽ നിന്ന്. അപ്പോൾ അതിന് കൂട്ടുകാരൻ്റെ ലോസ് ആകാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ആകാം, ഒരു കമൻറ്റ് വായിക്കുകയോ സിനിമ കാണുകയോ എന്തെങ്കിലും ആകാം. അപ്പോൾ നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് വിടുക. ആ ഒരു പ്രശ്നം നമ്മുടെ മനസ്സിനെ ഹോണ്ട് ചെയ്യാതെ ഡീവിയേറ്റ് ചെയ്ത് വിടുക. എത്രയും പെട്ടെന്ന് നമ്മളത് ഡീവിയേറ്റ് ചെയ്ത് വിടുന്നോ അത്രയും ഹെൽത്തി ആയിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് വീണ്ടും ഇരിക്കും. അപ്പോൾ അതാണ് ട്രേഡിംഗ് സൈക്കോളജി. അപ്പോൾ ട്രേഡിംഗ് സൈക്കോളജി എന്ന് വെച്ചാൽ ഇതാണ്, നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതല്ല, ഇതുപോലത്തെ ഒരു മെൻ്റലി പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് ട്രേഡിംഗ് സൈക്കോളജി. കൃത്യസമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ട്രേഡിംഗ് സൈക്കോളജി പഠിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ സാഹചര്യങ്ങൾ പല ആൾക്കാർക്കും വരാം. അപ്പോൾ ഇതുപോലത്തെ മോശമായ സാഹചര്യം നമുക്ക് ഉണ്ടാകുമ്പോഴത്തേക്ക് അതിനോട് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നതാണ് നമ്മൾ ട്രേഡിംഗ് സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ ഇമോഷണലി ഒരുപാട് റിയാക്ട് ചെയ്യാൻ പാടില്ല. ഇമോഷണൽ ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ നമ്മൾ ഇമോഷണലി റിയാക്ട് ചെയ്യാൻ പാടില്ല. മാർക്കറ്റിൽ ഇരിക്കാൻ പാടില്ല, ട്രേഡ് എടുക്കാൻ പാടില്ല, വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ മാത്രമേ ഉള്ളൂ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സൈക്കോളജിക്കൽ ലെവലിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. ഇനി ഈ വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തതല്ല, ഞാൻ റാൻഡമായിട്ടൊക്കെ സംസാരിച്ചാണ്. റിപ്പീറ്റായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതായത് ഇതൊരു ഇമോഷണൽ ട്രെയിനിങ് ആണ്. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ എത്രയും പെട്ടെന്നൊന്ന് ഇല്ലാതാക്കുക എന്നുള്ള ബേസിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ സാഹചര്യം വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. വന്നു കഴിഞ്ഞാൽ തന്നെ എത്രയും പെട്ടെന്ന് ഓവർകം ചെയ്യുക. അപ്പം ഇതുപോലത്തെ ഒരു വീഡിയോ വീണ്ടും കാണാം. അതിൽ ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.